നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 പ്രൊഫഷണൽ ആൻസർ കീയാണ്. കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ, കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ച ഡച്ചുകാരാണ്. ബി, മാർത്താണ്ഡവർമ്മ കുളച്ചിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ സമാഹരണമായിരുന്നു. ഡെലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഡച്ചുകാരാണ്. ഓപ്ഷൻ എ തെറ്റ് പ്രസ്താവന, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? മുക്കൂത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കല്ലുമാല സമരം അയ്യങ്കാളി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മുക്കൂത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കല്ലുമാല സമരം അയ്യങ്കാളി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ഐതാന ബോൺമതി. ഓപ്ഷൻ ഡി ഐതാന ബോൺമതി. ഓപ്ഷൻ ഡി ഐതാന ബോൺമതി. ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. അതായത് അദ്ദേഹം ജസിയ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു. ജസിയ ഉണ്ടായിരുന്നു, പിന്നീട് ഡെക്കാൻ നയം. ഇത് രണ്ടും ഔറംഗസീബ് കൊണ്ടുവന്നു. നാലാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം ആണ് ശരി വരുന്നത്. 1909 എന്ന് പറയുമ്പോൾ ഒന്നാമത്തത്, ഇത് മിൻറ്റോ മോർലി പരിഷ്കാരമെന്ന് അറിയപ്പെടുന്നു. 2, ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. 4, ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിച്ചു. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ചുകൊണ്ട് ഇനി പറയുന്ന പ്രസ്താവന ശരിയെന്ന് ഇതൊന്ന് നോക്കാം. ശരി ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി 3. ഉത്തരം ഓപ്ഷൻ ബി ആണ് 3. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, PYQ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ഉത്തരമായി വരിക. അതായത് ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. ഹരിത പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏതാണ്? 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏതായിരുന്നു? ഉത്തരം ഭൂട്ടാൻ. ഉത്തരം ഓപ്ഷൻ ബി ഭൂട്ടാൻ. ഉത്തരം ഭൂട്ടാൻ ആണ്. എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് എന്താണ്? എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഉത്തരം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എസ്താഡോ ദ ഇന്ത്യ എന്താണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ്. നെക്സ്റ്റ് വൺ, നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധവുമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നെവിൽ ചേംബർലൈൻ.
നെവിൽ ചേംബർലൈൻ. നെവിൽ ചേംബർലൈനാണ്. നാസി ജർമ്മനിയോടുള്ള പീഡന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലൈൻ. നെവിൽ ചേംബർലൈൻ. നെക്സ്റ്റ് ചോദ്യം, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എന്താണ്? ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആസാം ഹിമാലയം. ഉത്തരം ഓപ്ഷൻ ഡി ആസാം ഹിമാലയം. ഇതൊരു CRTയുടെ കണ്ടൻറ്റാണിത്. ആ ടെക്സ്റ്റിൽ അതേപോലെ അങ്ങ് ഒരു കോളമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടീസ്റ്റ മുതൽ കോളത്തിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഇത് വന്നിട്ടുള്ളത്. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണി ഏതാണ്? ആസാം ഹിമാലയം. ഓക്കെ, ആസാം ഹിമാലയം. അപ്പോൾ CRT ടെക്സ്റ്റ് ഒന്നുകൂടി ഒന്ന് അരിച്ചു പെറുക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻസ് കണ്ടെത്തുക. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാര കാറ്റ് മധ്യകിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ശരിയായ ഓപ്ഷൻസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2 പ്രസ്താവനയും ശരിയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, 1ഉം 2ഉം ശരി പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. അടുത്ത ചോദ്യം, ഒരു മരത്തിൻ്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു മരത്തിൻ്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെൻഡ്രിറ്റിക് എന്ന് അറിയപ്പെടുന്നു. ഡെൻഡ്രിറ്റിക് എന്ന് അറിയപ്പെടുന്നു. ഡെൻഡ്രിറ്റിക് എന്നറിയപ്പെടുന്നു. ഡെൻഡ്രിറ്റിക് അല്ലേ? ഡെൻഡ്രിറ്റിക് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഡെൻഡ്രിറ്റിക് എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, കേരളത്തിലെ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചെഴുതുക. തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മനക്കൊടി തൃശ്ശൂർ. മനക്കൊടി തൃശ്ശൂർ. പൂക്കോട് വയനാട്, ഏലമാക്കൽ തൃശ്ശൂർ, മുരിയാട് തൃശ്ശൂർ എന്നിവ ശരിയായ ഓപ്ഷൻസ് ആണ്. തടാകങ്ങൾ എന്ന് പറയുമ്പോൾ പൂക്കോട് തടാകം വയനാട് ജില്ല, ഏലമാക്കൽ തൃശ്ശൂർ ജില്ല, മൂരിയാട് തൃശ്ശൂർ ജില്ല. ഓക്കെ, ഇത് 3ഉം ശരി ഓപ്ഷൻസ് ആയിരുന്നു. ഇവിടെ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ഉത്തരമായി വരിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരമാവുന്നത്. നെക്സ്റ്റ്, ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ നോക്കാം. വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടകവരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടകവരുമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു വിദേശത്തു നിന്നുള്ള മൊത്ത ഘടകവരുമാനം അല്ലെങ്കിൽ NFIA ആയിരിക്കും. രണ്ടാമത്തെ ഒരെണ്ണം GDP പ്ലസ് NFIA എന്ന് പറയുന്നത് GNP ആണ്. NDP പ്ലസ് മൂല്യത്തകർച്ച ഈക്വൽ ടു GDP ആകുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിൻ്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി അത് അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളെ നിക്ഷേപം വ്യവസായമായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ആൻസർ വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. വ്യക്തിഗത ആദായ നികുതിയുണ്ട്, കോർപ്പറേഷൻ നികുതിയുമാണ് ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ. അടുത്തത്, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ
മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അടുത്തത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അവകാശങ്ങൾ എല്ലാം ശരിയാണ്. 1. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശവുമുണ്ട്. 1, 2, 3, 4, 5, 6 ശരിയായ കാര്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒന്നുകൂടി, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശവുമുണ്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. അടുത്തത്, സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേത്രത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. അടുത്തത്, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. അടുത്തത്, തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണമാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചിക. ഇവിടെ ഒരു വാക്കുണ്ട്. ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അവിടെയാണ് മനുഷ്യ വികസന സൂചിക എന്ന ഉത്തരത്തിലേക്ക് വരിക. അടുത്തത്, തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തു ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഭൂപരിഷ്കരണങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി, ഭൂപരിഷ്കരണങ്ങൾ. അടുത്തത്, കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. അടുത്തത്, ദി റിച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദി റിച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഫ്രാൻസ് ഫാനോൺ. ഫ്രാൻസ് ഫാനോൺ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫ്രാൻസ് ഫാനോൺ. നെക്സ്റ്റ്, ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി. ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, നരസിംഹറാവു. നരസിംഹറാവു. നരസിംഹറാവു ആണ്. നെക്സ്റ്റ് വൺ, ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ സി, ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത്? ഉത്തരം ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആഗോള സാമ്പത്തിക സ്ഥിരത. ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്നതാണ് ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യം.
അടുത്തത് മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ട തുറമുഖം. മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മുസരിസ്. മുറിച്ചിപ്പത്തനം. ഓപ്ഷൻ എ മുസരിസ്. നെക്സ്റ്റ് വൺ, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസിന് എന്നറിയപ്പെട്ടു. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഉത്തരം ഓപ്ഷൻ സി കോമൺവെൽത്ത് ഗെയിംസ്. ഓപ്ഷൻ സി കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നും അറിയപ്പെട്ടത്. കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നും അറിയപ്പെട്ടത്. നെക്സ്റ്റ് വൺ, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. ആൻസർ ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പ് വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ ഇവയിൽ എന്താണ്? ഫിഫ ലോകകപ്പ് വേദികൾ നടക്കുന്നു. ഫിഫ ലോകകപ്പ് വേദികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഐഹിക മുഖർജി. ആൻസർ ഐഹിക മുഖർജി. അടുത്ത ചോദ്യം, GR ഇന്ദുഗോപിൻ്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും പ്രസ്താവന പരിഗണിക്കുക. പ്രസ്താവന 1, 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. പ്രസ്താവന 2, കേരളത്തിലെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന നോവലാണ് അനോ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി അതിൻ്റെ ആഹ്വാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇതിലേതൊക്കെയാണ് ശരി പ്രസ്താവനകൾ? 1ഉം 2ഉം മാത്രമാണ് ശരി പ്രസ്താവന. ഓക്കെ, 1ഉം 2ഉമാണ് ശരി പ്രസ്താവന. GR ഇന്ദുഗോപിൻ്റെ ആനോ നോവലിനെ കുറിച്ച് പറയുന്നു. ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ് ശരി പ്രസ്താവന. ഓക്കെ, അടുത്തത്, മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കുക. ഇതിൽ ശരി പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. പ്രസ്താവന 1ഉം 3ഉമാണ് ശരിയായി വരിക അല്ലേ. 1 പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിൻ്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു. ഓക്കെ, 3ാമത്തെ വായിക്കാം. ഇനി സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. ഓക്കെ, ഇവിടെ ആൻസർ 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. ആൻസർ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരിക. 1ഉം 2ഉമാണ് ശരിയാ. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മകമായ വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത അദ്ദേഹം എഴുതിയത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ് ശരിയായി വരിക. 1ഉം 2ഉമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനനവർഷം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ 1, 1, 3, 4 അല്ലേ. ആ ഒരു ഓപ്ഷൻ ഡി ആണ് ശരി. നോക്കുക, 1ാമത്തത് ആദ്യം, അതായത് ആറാട്ട് വേലാപ്പണിക്കരാണ് ആദ്യം ജനിച്ചേക്കുക അല്ലേ. ദെൻ ചട്ടമ്പി സ്വാമികൾ, പൽപ്പു, ദെൻ വക്കം, മൗലവി. ഓക്കെ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തെറ്റ് വന്നാലും. അപ്പോൾ ഓർഡർ ഇവിടെ പ്രൊഫഷണൽ ആൻസർ പ്രകാരം ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരം വരിക. ഓക്കെ, അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയം ഏതൊക്കെയാണ്? കൂടൽ മാണിക്യ ക്ഷേത്രം. ആൻസർ ഓപ്ഷൻ ബി, കൂടൽ മാണിക്യ ക്ഷേത്രം. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സ്റ്റോർ നിർദ്ദേശം? ഏതാണ് സ്റ്റോർ നിർദ്ദേശം? ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്. A=B എന്നുള്ള സ്റ്റോർ നിർദ്ദേശം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത 40 മുതലുള്ള ക്വസ്റ്റ്യൻസ് അടുത്തതിലിടാം നമുക്ക്.